നല്ല കുറുകിയ ചാറോടുള്ള ഒരു ബീഫ് കറിയും പിന്നെ കല്യാണത്തിന് തലേദിവസം കിട്ടുന്ന പോലെ ഒരു നെയ്ച്ചോറും നമുക്ക് പൊതിച്ചോറാക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ നമ്മളെപ്പോഴും സാധാ ചോറല്ലേ പൊതിച്ചോറാക്കാറ്. അപ്പോൾ ഇന്നൊന്ന് നമുക്ക് മാറ്റി പിടിക്കാം. നെയ്ച്ചോറും ബീഫും ഇലയിൽ പൊതിഞ്ഞിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. വാട്ടിയ ഇലയാണ്. അപ്പോൾ അതിൽ വാഴയുടെ ഇലയിൽ നമ്മൾ എന്ത് പൊതിഞ്ഞ് വെച്ചാലും ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അന്ന് സാധാ ചോറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പൊതിച്ചോറും കൂടിയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും അമ്മമാരായാലും അങ്ങനെയാണ്, മക്കൾ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ അവർക്ക് ആ ഇഷ്ടമുള്ള പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അത് നമുക്ക് മാത്രമുള്ളൊരു കഴിവാണില്ലേ, അമ്മമാർക്ക് മാത്രമുള്ളൊരു കഴിവ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറിയും നല്ല നെയ്ച്ചോറും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അധികം പണിയൊന്നുമില്ല. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ പേടിയുള്ളവരൊക്കെ ഉണ്ടാവില്ല, അടി പിടിക്കുകയോ അല്ലെങ്കിൽ വെന്ത് പോവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് കേട്ടോ. നമുക്ക് റൈസ് കുക്കറില്ലേ, നമ്മൾ തെർമൽ കുക്കർ, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ പാകം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും പേടിക്കാനില്ല. അത് വെള്ളം ഇളക്കുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അത് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ബീഫ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ് വെക്കുന്നത്. അപ്പോൾ അതവർ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് മുറിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ബീഫ് കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ കരളും കൂടിയും വേണമെന്ന്. ബീഫ് കഴിക്കുമ്പോൾ കരളും കൂടി കഴിച്ചാലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലത്തെ കരള്. അപ്പോൾ അനിയത്തി മക്കൾ ഉച്ചയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ അവർക്കും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ബീഫ് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് തന്നെ വേവാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ വിസിലടിച്ചിട്ടാണ് അത് വെന്ത് കിട്ടിയത്. ചില ബീഫ് അങ്ങനെയാണല്ലോ, ചിലത് പിന്നെ ഒരു 5-6 വിസിലടിച്ചാൽ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അതിനി കഴുകി കൊണ്ടുവരുമ്പോഴത്തേന് നമുക്ക് സബോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അത് മടയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഉമ്മ നന്നാക്കിയെന്നപ്പോൾ അത് അരിഞ്ഞെടുത്തു. സബോള, തക്കാളി അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല എല്ലാം കൂടിയിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് കഴുകിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. നമുക്ക് സമയമില്ല, അടുപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണം. അപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ അത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ബീഫൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉമ്മമാരൊക്കെ അടുപ്പിലൊക്കെ വെച്ച് തരുന്ന ചട്ടിയിൽ, മൺചട്ടിയിലൊക്കെ വെച്ച് അടുപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ബീഫിൻ്റെ ഒരു കറി ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുക്കറിൽ വെച്ചാൽ മതി. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊരു 3 സബോളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് വലിയ സബോള ആയിരുന്നത് കാരണമാണ് ഞാൻ 3 എടുത്തത്. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെറിയ തക്കാളിയായ കാരണം ഒരു 4 കുഞ്ഞിയ തക്കാളി ആയിരുന്നു കേട്ടോ. അപ്പോൾ 4 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി വരും. സബോള ആയി എണ്ണയിൽ തന്നെയല്ലേ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് കാരണം അത് പെട്ടെന്ന് ഉടഞ്ഞ് വരും. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സബോളയും തക്കാളിയും കൂടിയിട്ടൊന്ന് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് അത് വേണ്ടി വരും. ഇപ്പം ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ വെന്ത് വരുന്ന ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു വേവിച്ചിട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ഗരം മസാലകൾ, ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളകും. അപ്പോൾ അതും കൂടിയിട്ടാണ് ഞാൻ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തു. ഒന്ന് ഇറക്കി ആ പച്ചമണം മാറിയപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി മല്ലിപ്പൊടി. മുളക് പൊടി നല്ല എരിവുള്ളതായ കാരണം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മല്ലിപ്പൊടി ഞാനൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ നിൽക്കണം ബീഫ് കറി വെക്കുമ്പോൾ, എന്നാലാണ് നമുക്ക് കുറുകിയ ചാറായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മസാല പിടിക്കാത്ത പോലെ തോന്നും. അത് കാരണം കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വെക്കുകയാണെങ്കിൽ ഇത്ര മല്ലിപ്പൊടി വേണ്ട, ബീഫിനാണെങ്കിൽ കുറച്ചധികം വേണം. അത് വിചാരിച്ചിട്ട് കൂടുതൽ മല്ലിപ്പൊടി ആവരുത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോന് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കൂട്ടാനായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളിലെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാൻ പറയണത്. അപ്പോൾ നമ്മളെ ബീഫിൽ ആ ഒരു മസാലക്കുത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല മസാലക്കുത്ത് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബീഫിലേക്ക് വാരിയിട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് നമ്മൾ മുന്നേ കഴുകി വെച്ച ബീഫായ കാരണം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കണ്ട, അങ്ങനെ കൊട്ടി കൊടുക്കരുത്. അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം നമുക്ക് വേണ്ട, ആ വെള്ളം എടുത്ത് കളയുക. അപ്പോൾ അത് ബീഫ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ മസാല അവിടെ കെടുക്കും, ബീഫിൽ പിടിക്കില്ല. അപ്പോൾ അത് കാരണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ അടി ഒന്ന് കരിയാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ കേട്ടോ, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 5-6 വിസിലടിപ്പിക്കാം. എന്നിട്ട് വെന്തോന്ന് നോക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും
വേവിക്കാമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ 6 വിസിലടിച്ച് നോക്കിയപ്പോഴും പകുതി മുക്കാൽ വേവായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 വിസിലും കൂടി അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ, നല്ല കുറുകിയൊരു ബീഫ് കറിയാണ്. നമുക്ക് പള്ളിക്കൽ നിന്നൊക്കെ കിട്ടുന്നൊരു ബീഫ് കറി ഇല്ലേ, അതുപോലെ ആയിട്ടില്ലേ? ഇല്ല അല്ലേ? എന്നാലും അതിൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ടുണ്ട്. നോക്കി കണ്ട. അപ്പോൾ ബീഫ് ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബീഫ് കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നെയ്ച്ചോറാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ പൊറോട്ട വേണം, അല്ലെങ്കിൽ നെയ്ച്ചോറ് വേണം അല്ലേ. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇവിടെ അതെ, നെയ്ച്ചോറും ബീഫും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് കൊണ്ട് 4 കപ്പാണ് അരി എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി അതൊരു 3 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഇനി കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അത് കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ ആ ഒരു വെള്ളം തിളച്ച് വരുന്നേ വരെ അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് നെയ്ച്ചോറല്ലേ, അധികം മുന്തിരി വേണം. അപ്പോൾ കുറച്ചുള്ള മുന്തിരി മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് നടു കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ അത് നടു മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണ അങ്ങനെ ആയിട്ടുള്ള അണ്ടിപ്പരിപ്പാണല്ലോ, അപ്പോൾ നെയ്ച്ചോറിലേക്കല്ലേ. അപ്പോൾ ഞാൻ നടുക്കിനെ ഒന്ന് പൊളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി ഇതാ പെരിഞ്ചീരകം, പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക, അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് കാരണമാണ് ഞാൻ ഇത് ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി വഴറ്റിയിട്ട് എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുമിച്ചാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതാക്കണ നേരം കൊണ്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് 6 kg നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നെയ്യ് ഒന്ന് ഇതായി വന്നപ്പോൾ ഇതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതാ സബോള, കുറച്ച് സബോളയാണ് ഇടുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും ഇട്ടിട്ടില്ല. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വലിയ സബോള പകുതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരെണ്ണം എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇത്ര അധികം സബോള വന്നു എന്നുള്ളത്. 1 കിലോനുണ്ടല്ലോ, അപ്പോൾ അത് കാരണമാണ് ഒരു പകുതി സബോള ഇട്ട് കൊടുത്തത് വലുതിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ മുന്നേ മാറ്റി വെച്ച ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം അത് ഇട്ട് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി. നന്നായിട്ട് അത് റോസ്റ്റായി വരുമൊന്നും വേണ്ട, നമ്മൾ റോസ്റ്റാക്കിയിട്ട് വേറെ എടുക്കണമല്ലോ. ഇതപ്പോൾ ചട്ടിയിൽ ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് കൊണ്ട് 8 കപ്പ് വെള്ളമാണ് കേട്ടോ. 4 കപ്പ് അരിക്ക് 8 കപ്പ്. അപ്പോൾ ഈ 2 കപ്പാണ് ഒരു അരിക്ക് എടുത്തേക്കുന്നത്. ആ വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 7 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചട്ടി ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് തന്നെ ഉള്ളൂ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വെക്കുക. അപ്പോൾ നന്നായി തിളച്ചതിൻ്റെ ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നന്നായി വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ, വെള്ളം വറ്റാനും നിൽക്കണ്ട. ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആകുമ്പോഴത്തേനും ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല നെയ്ച്ചോറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലിടക്ക് നമുക്ക് ഇല വാട്ടിയെടുക്കാം. നമ്മൾ പൊതിച്ചോറാണല്ലോ, അപ്പോൾ എന്തായാലും വാഴയുടെ ഇല വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാ വാഴയുടെ ഇല വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കിയത്. കണ്ടില്ലേ, ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നമുക്ക് നല്ല നെയ്ച്ചോറായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന് മീതെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൻ്റെ മണമൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, എനിക്ക് അങ്ങനെ നെയ്യിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് അതിൻ്റെ മണം തീരെ ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ചോറായി വന്നിട്ട് കണ്ടില്ല. ഒരു വറ്റുമ്പോൾ ഒരു വറ്റ് തോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നല്ല നെയ്ച്ചോറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടി പിടിക്കുമോ എന്നുള്ള പേടിയില്ല, അതുപോലെ കുഴഞ്ഞു പോകുമോ എന്നുള്ള പേടിയും വേണ്ട കേട്ടോ. ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ബീഫ് കറി. പിന്നെ അതാ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കൊന്ന് ഇലയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അത് ആ പേപ്പർ വിരിച്ച് കൊടുത്തു. ഇനി അതിന് മീതെ വാട്ടിയ ഇല ഇട്ട് കൊടുത്തു. ഇനി എനിക്ക് 2 ചട്ടകം ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളത് ഞാൻ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറി ഒഴിച്ചു, കച്ചമ്പർ ഒഴിച്ച് കൊടുത്തില്ല. ഇനിയിപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ വെക്കണ്ടില്ല. ഞാനൊരു 2 മണിക്കൂറോളം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കച്ചമ്പർ എന്തായാലും ഒഴിക്കണില്ല, അത് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ വീണ്ടും ഒരു ഇലയിലേക്ക് കുറച്ച് ചോറും കുറച്ച് കറി ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ അനിയത്തിയുടെ അവനക്കാണ് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 6 വയസ്സായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ മക്കൾ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അവരുടെ മുഖത്തും കാണാം നമ്മുടെ മുഖത്തും കാണാം. അപ്പോൾ അതാ മോന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.